പോലീസ് മർദ്ദനത്തിനെതിരെ സുപ്രീം കോടതി വടിയെടുത്തു കഴിഞ്ഞു. ഇനി പോലീസ് മർദ്ദനം പോലീസ് സ്റ്റേഷനിൽ നടക്കില്ല. പോലീസ് മർദ്ദനത്തിനെതിരായി അതിശക്തമായ നടപടിയാണ് സുപ്രീം കോടതി ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇനി മർദ്ദനം ഉണ്ടാവില്ല. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വെളിയിൽ വെച്ചെങ്ങാനും മർദ്ദിച്ചെങ്കിലേ ഉള്ളൂ. കാരണം സുപ്രീം കോടതി ഇപ്പം നിരീക്ഷിച്ചത്, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നിരീക്ഷിച്ചത് 2025 8 മാസം വരെ ഇന്ത്യയിലെ സുപ്രീം കോടതി ശ്രദ്ധ വന്ന 11 കസ്റ്റോഡിയൽ ഡെത്താണ്. 11 പേര് പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടു എന്നാണ്. അവർക്കെതിരായി CBI എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതി ആ നിരീക്ഷണത്തിന് കാരണം 2020 ജസ്റ്റിസ് രോഹിന്തൻ F. നരിമാൻ, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം പഞ്ചാബിലെ ഒരു പരൻബീർ സിംഗ് സെയ്നി എന്നൊരു ആളെ, അവിടുത്തെ ഇൻസ്പെക്ടർ ബൽജീത് സിംഗ്, അതിക്രൂരമായി മർദ്ദിച്ചു. ഇത് സുപ്രീം കോടതിയിൽ നിരീക്ഷിച്ചു. മർദ്ദനം പോലീസ് സ്റ്റേഷനകത്താണ്. മർദ്ദനം തടയാൻ ഒരു ഉപാധികളും അവിടെയില്ല. അതുകൊണ്ട് 2020 ഈ പരംബീർ സിംഗ് വേഴ്സസ് ബൽജിത് സിംഗ് എന്ന് പറഞ്ഞ് അവിടെ രോഹിന്ത് F. നരിമാൻ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഒരു കേസ് തീർപ്പ് കൽപ്പിച്ചു. അതിലാണ് ആദ്യമായിട്ട് കസ്റ്റോഡിയൽ ടോർച്ചറിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു ഉത്തരവ് 2020 അദ്ദേഹം ഇട്ടത്. കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ CCTV ദൃശ്യം, അതിൻ്റെ ക്യാമറയും ആ റെക്കോർഡിംഗ് സിസ്റ്റവും എല്ലാം വേണമെന്ന് 2020 സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിനുശേഷം പല ചീഫ് ജസ്റ്റിസുകളും കാലാകാലങ്ങളിലെ പല മാർഗനിർദ്ദേശങ്ങളും നൽകി. ഇപ്പം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യം വേണം. അത് വീണ്ടും പുതുക്കി വന്നു. പല അനുഭവത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ എൻട്രിയിലും എക്സിറ്റിലും, കയറുന്ന സ്ഥലത്തും ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തും, പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് സെല്ലിനകം, ചോദ്യം ചെയ്യുന്ന മുറികൾ, ഓഫീസർമാർ ഇരിക്കുന്നത്, ആൾക്കാരെ സ്വീകരിക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം CCTV ദൃശ്യം വേണം. പക്ഷേ പോലീസ് 2ാം നിലയിൽ കൊണ്ടിട്ട് മർദ്ദിക്കുന്നതിന് അവിടെ CCTV ദൃശ്യങ്ങളില്ല. അങ്ങനെ കാലാകാലമായി പോലീസിനെതിരെ പല ഡയറക്ഷൻസും CCTV ദൃശ്യകാര്യത്തിൽ സുപ്രീം കോടതി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് അതാണ്. പോലീസ് വീട്ടിലായിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദനം നടക്കില്ല. അല്ലാത്ത സ്ഥലത്ത് വണ്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പം മർദ്ദിക്കാം, അല്ലെങ്കിൽ ഒളിച്ചും പാത്തും വല്ലയിടത്ത് കാട്ടിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കാം. അതിനൊക്കെ വേറെ നടപടി പോലീസ് എടുക്കും, അല്ലെങ്കിൽ കോടതി എടുക്കും. ഇപ്പോൾ ജസ്റ്റിസ് വിക്രംനാഥ് ആൻഡ് ജസ്റ്റിസ് സന്ദീപ് മെഹ്തയുടെ ഏറ്റവും ലേറ്റസ്റ്റായ ആ ഒരു ഓർഡർ, അത് പോലീസിന് കൃത്യമായി വടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വടിയെടുത്തിരിക്കുന്നത്? അവരുടെ നിരീക്ഷണത്തിൽ ഈ പല തന്ത്രങ്ങളും പോലീസ് മർദ്ദിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ ചിലയകത്ത് CCTV ക്യാമറ ദൃശ്യം പതിയാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് ഇരിക്കുന്നു. ഇടയന്മാരായ പോലീസുകാർ ധാരാളമുണ്ട്. അവരെ മര്യാദ പഠിപ്പിക്കാൻ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ഡയറക്ഷനാണ് വന്നിരിക്കുന്നത്. കാരണം 11 ഡെത്ത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറ അത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ ബോഡി ആയിരിക്കണം. കാരണം ഒരു ജില്ലയിൽ ഉള്ള പോലീസ് സ്റ്റേഷനെല്ലാം ചിലപ്പോൾ അവിടെ ഒരു സെൻട്രൽ ബോഡി, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ എല്ലാ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലയിലെയും പോലീസ് സ്റ്റേഷനിലെല്ലാം CCTV ദൃശ്യം എല്ലാ ഭാഗത്തും എത്തുന്നത് അത് ഒരു സെൻട്രൽ ബോഡിയിൽ എത്തിക്കണം. അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ഒരു കൺട്രോൾ ടവറിൽ എത്തിക്കണം. ആ കൺട്രോൾ ടവറിൽ എത്തിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും സ്ഥലത്ത് മർദ്ദിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവർ CCTV ദൃശ്യം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കൺട്രോൾ ടവറിൻ്റെ കൺട്രോൾ റൂമിൽ അത് ലഭിക്കും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തോ അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളും ഒരു സെൻട്രൽ ബോഡിയിൽ വരണം. അതിനകത്ത് പോലീസിൽ തന്നെ ഉള്ളവർ കൺട്രോൾ ചെയ്താൽ അതിനകത്ത് വീണ്ടും ചില പാകപ്പിഴകൾ ഉണ്ടാവുമെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് കോടതി പറഞ്ഞു അതൊരു സെൻട്രൽ ബോഡിയിലായിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിലായിരിക്കണം. അത് കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ പോലീസല്ല, ഒരു മെഷീൻ തന്നെ ആയിരിക്കണം. മെഷീനാകുമ്പോൾ എറർ വരില്ല.
കാരണം കൃത്യമായി അത് റെക്കോർഡ് ചെയ്യും. അതിന് സുപ്രീം കോടതി ഇപ്പം ചില IIT അല്ലെങ്കിൽ അവിടെ ഈ സോഫ്റ്റ്വെയർ എക്സ്പെർട്ടിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഒരു പർട്ടിക്കുലർ പ്ലേസിലും മോണിറ്റർ ചെയ്യത്തക്ക രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഒരു സെൻട്രൽ ടവറിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഇവിടെ എന്ത് അഭ്യാസം കാണിച്ചാലും ശരി, ആ കാണിക്കുന്ന അഭ്യാസമൊക്കെ CCTV കൂടെ അവിടെ എത്തണം. എവിടെയെങ്കിലും ഒരു CCTV മനഃപൂർവ്വം ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ടവറിൽ ആ വിവരം കിട്ടും. അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്യാം, അവരെ പിടിക്കാം, അവർക്കെതിരായിട്ട് നടപടിയെടുക്കാം. അതുകൊണ്ട് 24 hours CCTV ദൃശ്യം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യത്തക്ക കാണത്തക്ക രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് സെൻട്രൽ ആ ഒരു കൺട്രോൾ റൂമിൽ എത്തിക്കുന്നു. അവിടെ അതിൻ്റെ ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ആധുനിക സിസ്റ്റത്തിൽ കൂടിയായിരിക്കണം. അതിനാണ് സുപ്രീം കോടതി സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെ സെൻട്രൽ കൺട്രോൾ റൂമിൽ വയ്ക്കണം. ഒരേ സ്റ്റേറ്റിലെ മുഴുവൻ CCTV അവിടെ സ്റ്റോർ ചെയ്യണം. അതിനകത്ത് കൈകടത്താൻ പാടില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് മിഷൻ തന്നെ കണ്ടുപിടിച്ചിട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കോടതിയെ അറിയിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടിയെടുത്ത് കഴിഞ്ഞു, പൂട്ടിക്കഴിഞ്ഞു. ഇനി ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഈ രീതിയിലുള്ള ഭീകരമർദ്ദനം നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വരും. അത് ആ ആളെ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടുന്ന് റിമൂവ് ചെയ്യുക മാത്രമല്ല, തീർച്ചയായിട്ടും അയാളെ ശിക്ഷിക്കാനുള്ള സംവിധാനത്തിലോട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം തൽക്കാലത്തേന് അതുവരെ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നിടം വരെ ഇത് ലീഗൽ അതോറിറ്റി മോണിറ്റർ ചെയ്യണം. പോലീസ് വേണ്ട, പോലീസിൻ്റെ മേലധികാരി അല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. പോലീസ് കാണിക്കുന്ന മിസ്റ്റേക്കുകളെല്ലാം ഒരു ലീഗൽ അതോറിറ്റി വേണം. ലീഗൽ അതോറിറ്റി ഉണ്ട് അതെങ്കിൽ അവരുടെ എത്തണം, അവർ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയെ തന്നെ വേണം എന്നുള്ള രീതിയിലാണ് ജസ്റ്റിസ് ഈ വിക്രം നാഥും അതുപോലെ ജസ്റ്റിസ് സന്ദീപ് മെഹ്തയും ഇപ്പോഴത്തെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ജഡ്ജ്മെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി പോലീസിന് വളരെ സൂക്ഷിച്ചോണം. കാരണം പൊതുജനങ്ങൾ മാത്രമല്ല, ക്രിമിനൽസ് ആയാലും ശരി, കുറ്റവാളികളായാലും ശരി, അവരോടൊക്കെ പെരുമാറുന്നത് കുറ്റവാളിയായിട്ട് തന്നെ പെരുമാറിക്കോളൂ. ദേഹത്ത് കൈവെക്കാൻ പാടില്ല. കാരണം കസ്റ്റോഡിയൽ ഡെത്ത് 11 8 മാസം കൊണ്ട് ഇന്ത്യയിൽ നടന്നത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെയുള്ള 2-3 ഡയറക്ഷനകത്ത് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, എവിടൊക്കെയാണ് ഇത് പോലീസ് സ്റ്റേഷൻ മുഴുവൻ കവർ ചെയ്യത്തക്ക രീതിയിൽ CCTV വേണമെന്നും അത് CBIയിലും വേണമെന്നും EDയിലും വേണമെന്നും NIയിലും വേണമെന്നും കൂടെ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് എങ്ങും ഏത് ഏജൻസിയിലൂടെ ചെന്നാലും ശരി, ആൾക്കാർ സേഫായിരിക്കണം, അവർ ദേഹത്ത് കൈവെക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ കുറ്റം തെളിയിക്കേണ്ടത് അങ്ങനെയല്ല, അടിച്ചു പിടിച്ചുമല്ല. ഇൻട്രോഗേഷൻ ടാലൻസ് ഉള്ളവർ ഇൻട്രോഗേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ്, ശാസ്ത്രീയമായിട്ടാണ് കുറ്റം തെളിയിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദേഹത്തോടുള്ള കളി ഇനി വേണ്ട, വടിയെടുത്ത് കഴിഞ്ഞു. ഇനി ഈ എഗൻസ്റ്റായിട്ട് ഈ നിമിഷം മുതൽ സുപ്രീം കോടതിയുടെ ഓർഡർ ഇറങ്ങിയ നിമിഷം മുതൽ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പെൻഷൻ പറ്റില്ല, അയാൾ കാരാഗ്രഹവാസത്തിലേക്ക് ആയിരിക്കും നടപടി എന്നാണ് ഞാൻ കരുതുന്നത്.